നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ ജന്മദേശം ചെമ്പറക്കിയാണ്. ചെമ്പറക്കിയുള്ള പ്രത്യേകത ഹൈ റേഞ്ചിലേക്കുള്ള കവാടമാണ്, ഐലൻഡിലേക്കുള്ള കവാടമാണ്. രണ്ട് സ്ഥലത്തുള്ള കവാടമാണ് ചെമ്പറക്കി മധ്യകാലം. ആ ചെമ്പറക്കിയിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തും നാട്ടുകാരനുമായ സെയ്ദ് മുഹമ്മദ് സാഹിബ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഖബറിനെ വീതി വിസ്താരിക്കി കൊടുത്ത് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനൊപ്പം തന്നെ ഞങ്ങളെയും സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പഴയകാല കമ്മ്യൂണിസ്റ്റുകളിൽ സഖാക്കളിൽ ഒരു പ്രധാന സഖാവായിരുന്നു സെയ്ദ് മുഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പ്രായാവധിക്കാണ് മരണം, സ്വാഭാവികമാണ്, ദുഃഖിച്ചിട്ട് കാര്യമില്ല. എന്നാലും പ്രായത്തിൽ ഞങ്ങൾ അനുശോചിക്കുന്നു. ബഹുമാനിയെ, ട്രംപ് പറഞ്ഞു പോപ്പ് അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കണം, അമേരിക്കയ്ക്ക് വേണ്ടി നിൽക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് പോപ്പ് വാദിക്കുന്നത്, അതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്യുകയും ചെയ്യണം. പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ടി വാദിക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടം നടത്തുന്ന എല്ലാം നെറുകേടിന് കൂട്ടി നിൽക്കാനല്ല. ട്രംപ് ചെയ്യുന്ന നെറുകേടാണല്ലോ, യാതൊരു ന്യായികമില്ലാത്തല്ലേ. എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിൽ കളി എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം, പിന്നെ ഇറാഖ് അമേരിക്ക യുദ്ധം, ആ 90 കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ എല്ലാ ആയുധങ്ങളും പൊട്ടിച്ചു തീർത്തു, മറ്റു പരീക്ഷിച്ചു. എന്താണ് പരീക്ഷിച്ചത്? റഷ്യക്കെതിരെ ക്ലസ്റ്റർ ബോംബിൽ ഈ കോൺക്രീറ്റൊക്കെ പൊട്ടിക്കുന്ന അതിൻ്റെ പരീക്ഷണം നടത്തി. അതിന് മുമ്പുണ്ടാക്കിയ എല്ലാ ഉപകരണവും ഇറാഖിൽ കൊണ്ട് പൊട്ടിച്ച് അങ്ങനെ അമേരിക്ക ക്ലീനായി. കാരണം അത് പരീക്ഷ നടത്താൻ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, ശീതസമരം മാറിയല്ലോ. റഷ്യ ഗർഭിച്ചോ കൊണ്ട് ഈ പോപ്പിൻ്റെ മുമ്പിൽ മുട്ടുപത്തിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് ഇല്ല. ഇനിയിപ്പോൾ റഷ്യയിലേ ഉള്ളൂ, സോവിയറ്റ് റഷ്യ ഇല്ല, റഷ്യ മാത്രമേ ഉള്ളൂ. അതുപോലെ അത് കഴിഞ്ഞ് 10-25 വർഷം കഴിഞ്ഞപ്പോൾ, 30 വർഷം കഴിയുമ്പോൾ ഇപ്പോഴും ആയുധങ്ങൾ പൊട്ടിച്ച് തീർക്കേണ്ട കാലമായി. ഈ ആയുധം ഉണ്ടാക്കിയത് നിശ്ചിത സമയം കഴിഞ്ഞ് പൊട്ടിച്ച് തീർക്കണം, അല്ലെങ്കിൽ അത് അപകടമാണ്. അപ്പോൾ പൊട്ടിച്ചൊരു സ്ഥലം വേണ്ടേ? അത് അവൻ്റെ നാട്ടിൽ അമേരിക്കയിലിടില്ല, വല്ല മുസ്ലിം രാഷ്ട്രം നോക്കും, മറ്റു രാഷ്ട്രങ്ങളില്ലല്ലോ കാര്യമായിട്ടൊന്നും. അങ്ങനെ ഇറാഖിലും ലിബിയയിലും ഒക്കെ ഇട്ട് അത് തീർത്ത് ഇപ്പോൾ ഇറാനോടനുബന്ധിച്ച് ഗൾഫിലും ഇതെല്ലാം പൊട്ടിച്ച് തകർക്കാൻ പോകണം. ഇതിൽ ഇറാനെ നശിപ്പിക്കുന്നതിനൊപ്പം തന്നെ സ്നേഹത്തിൽ കൂടി ഗൾഫ് രാജ്യങ്ങളെയും തകർക്കണമെന്നുള്ള ഒരു ഗൂഢതന്ത്രമുണ്ട്. അത് സിഐയുടെയും മൊസാദിൻ്റെയാണ്. ഇസ്രായേൽ അമേരിക്ക ജനങ്ങളിലല്ല. അത് പരിധി വിജയിക്കാൻ പോകണം. അതാണ് ഈ നെഗോഷിയേഷൻ നടക്കാത്തത്. ഇപ്പോൾ കൊടുത്ത് ഗൾഫിലേക്ക് ഇറാൻ കൊണ്ടുവന്ന് ഗൾഫിൽ കുറേ ഇടും, അവിടെ തിരിച്ചു വരും. ഇപ്പോൾ പാകിസ്ഥാൻ 13,000 പട്ടാളക്കാരുമായിട്ട് ആയുധമൊക്കെ ആയിട്ട് സൗദി അറേബ്യയിൽ പോയിട്ട് 10,000 പേർ നേരത്തെ ഉണ്ട്, 23,000ആയി. അങ്ങനെ പലരും അങ്ങനെ കൊണ്ട് ചേരിയാക്കാൻ പോകണം. ഇപ്പോൾ ഒന്ന് അമേരിക്കൻ ചേരി, അമേരിക്ക വിരുദ്ധ ചേരി. ഇത് കളിച്ചു കഴിഞ്ഞാൽ നട്ടാർക്കണോ? ഞാൻ അന്ന് പറഞ്ഞത് ഒരു കളിയിൽ അച്ഛൻ തോറ്റാൽ അമ്മയ്ക്കൊരു ഉമ്മ, അമ്മ തോറ്റാൽ അച്ഛനും ഉമ്മ, രണ്ടും ഫലത്തിൽ ഒന്നല്ലേ. അപ്പോൾ ഇറാനെ തകർത്താലും ഗൾഫ് തകർത്താലും അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു പോറലേൽക്കില്ല, പിന്നെ ഇത് നശിച്ചു പോവുകയും ചെയ്യും. ഒരുപടി കാര്യങ്ങൾ ഇടയ്ക്കുണ്ട്. അത് മനസ്സിലാക്കാൻ ഗൾഫുകാരായ മണ്ടന്മാർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ കഷ്ടമൊന്നും മാത്രമേ പറയാനുള്ളൂ. അല്ല, യുദ്ധത്തിന് ഇപ്പോൾ ഒരു ആവശ്യമില്ല, ഒരു കാര്യമില്ലാത്ത കാര്യമാണ് നശീകരണ യുദ്ധം. മനുഷ്യൻ ലോകത്ത് പട്ടിണി കിടന്ന് ചാവുമ്പോഴേ, അത് ന്യൂയോർക്കിലെ മേയർ പറഞ്ഞില്ലേ, മുംതാജി, യുദ്ധം ചെയ്യാൻ അമേരിക്ക ആശുണ്ട്, പട്ടിണി എടുക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ അല്ലെങ്കിൽ വീട് വെച്ചിട്ടൊക്കെ പണമില്ല എന്ന് പറഞ്ഞത് എത്ര കറക്റ്റാണത്. അപ്പോൾ അതെല്ലാം തട്ടിപ്പാണ്, ലോകത്ത് നടക്കും. ഞാനെക്കുറിച്ച് കൊടുക്കുന്നത് ഇവിടെ തീർത്താണ്. ഈ വലിയ വിദഗ്ധമായ ഒരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, പറയുന്നുമില്ല. വീണ്ടും നമുക്ക് കേരളത്തിലേക്ക് തന്നെ വന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റിക്കുന്ന അപകടം. കഴിഞ്ഞ മന്ത്രിസഭയിൽ 10+1 ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ 11 നായന്മാർക്ക് സ്ഥാനം കൊടുത്തത്. എന്നിട്ട് പോലും ബാലഗോപാൽ നായരെ ഇത്തവണ എതിർത്ത് ഐഷ പോയിറ്റിക്ക് സപ്പോർട്ട് ചെയ്ത് അവിടുത്തെ NSS.
അപ്പോൾ 10-11 കൊടുത്തിട്ടും രക്ഷയില്ല. അതിൽ എന്ത് മനസ്സിലാക്കാൻ തരുമോ? ഞാൻ ഈ പൂത്താഞ്ചിന്ന് കീഴായാലും പറയില്ല, പറക്കാൻ മറന്നുപോയി, പറക്കാൻ പഠിച്ചില്ല, നടക്കുന്നത് മറന്നുപോയി, ഇപ്പം ബാക്കിലേക്ക് പോകുന്നു. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ടല്ലോ, ന്യൂനപക്ഷം അകന്നു പോകുന്നതുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയിലേക്ക് കടന്നു. അവസാനം അതും ഇല്ലാതെ വന്നു, ഇതും ഇല്ലാതെ വന്നു. കാരണം 10+1 11 മന്ത്രിമാർ 9% മാത്രമല്ല 4 വിഭാഗത്തിൽ കൊടുത്തപ്പോഴേ 21% അതിൽ 90-80% വോട്ട് LDF കൊടുത്തവർ അവർ ഭയങ്കര നിരാശയിലായിരുന്നു. ആ നിരാശയുടെ ഫലം പിണറായി സഖാവിനെ എതിർത്തുകൊണ്ട് മാത്രം. അതാണ് അയാൾ മുഖ്യമന്ത്രി എല്ലാം നയിക്കുന്ന ആള്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം, നിങ്ങൾ ബുദ്ധിയിൽ മനസ്സിലാക്കുക സഖാക്കളെ. ചെമ്പറക്കി, അതെ, എൻ്റെ പഞ്ചായത്തിൽ എൻ്റെ ഒരു ബന്ധു കൂടിയാണ് നിന്ന് 3 പേരും എൻ്റെ ബന്ധുക്കൾ. ഞാൻ കോൺഗ്രസ് ആള്, LDF ആള്, പിന്നെ സ്വതന്ത്ര ആള്, 3 പേര്. BJP ഉണ്ടായില്ല. ആ സ്വതന്ത്രമായി നിന്ന ഒരാൾക്ക് ഒരു 10-12 വോട്ടുകൾ കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ അദ്ദേഹത്തിന് 100ഓളം വോട്ട് കിട്ടി. ഇവിടുന്ന് LDF സ്ഥാനാർത്ഥി ഒരു കുഴപ്പമില്ല, മിടുക്കനാണ്, എല്ലാം കൊണ്ടും മിടുക്കനാണ്, എല്ലാം കൊണ്ടും മിടുക്കനാണ്. UDF സ്ഥാനാർത്ഥി മോശം ഉണ്ടായില്ല, പക്ഷെ അതിൽ ശാന്തരായിരുന്നു എന്നുള്ളതാണ്. അപ്പം അത് ഗുണം ചെയ്ത്. അപ്പം അതിന് കാരണം ഈ 100 വോട്ട്, 100-ൽ 12 വോട്ട്, 1085 വോട്ട് ഒരു വാർഡിൽ പിണറായിക്കെതിരെയുള്ള വോട്ടായിട്ടത് സ്വന്തമായി നിന്ന് ആൾക്ക് കൊടുത്ത്. BJP കൊടുക്കാതെ ഇല്ല, പിന്നെ കോൺഗ്രസ് കൊടുക്കൂലല്ലോ. ആ ഒറ്റ കാരണമാണ് LDF ആ സ്ഥാനത്തോട് തോറ്റുപോയത്. ഇത് എത്ര സഖാക്കൾക്ക് മനസ്സിലാക്കിയിട്ട്? അത് ഞാൻ കേവലം ഒരു പോയിന്റ്, ഒരു ബിന്ദു മാത്രം, ഒരു പോയിന്റ് മാത്രം ഞാൻ പറഞ്ഞു, ചെമ്പറക്കി വാർഡ്. അതുപോലെ കമ്മ്യൂണിസ്റ്റുകൾ ഒരുപടി വോട്ടുകൾ ഇത്തവണ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായിട്ട് കൊടുക്കുകയും. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെറ്റുപറ്ററിയോ? വിവരം വിവേകം ഉണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ മനസ്സിലാക്കണം ശരിക്കും. 4 പ്രാവശ്യം ജയിച്ചു വന്ന ഒരു മുസ്ലിം സ്ത്രീ ഉണ്ടായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഒരു കുഴപ്പമില്ല, ഒരു 4 പ്രാവശ്യം ജയിച്ച ആളാണ്, നല്ല ബുദ്ധിമുട്ടാണ്. ആ സ്ത്രീക്ക് മേൽസ്ഥാനം കൊടുക്കാതെ ഈ സഖാക്കൾ എന്നറിയോ ഇന്നലെ വന്ന കേവലം 10-20 വയസ്സുള്ള ഒരു ആര്യ രാജേന്ദ്രന് കൊടുത്തു. ഇപ്പോൾ അത് രാജേന്ദ്രനില്ല, ആര്യയില്ല, ഒന്നുമില്ല, കോർപ്പറേഷൻ പോയി. അതേ സമയത്ത് സഖാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ചെന്നൈയിൽ DMK തിരുവനന്തപുരത്തേക്കാൾ എത്രയോ വലിയ പട്ടണമാണ്, വൻ നഗരമാണ് ചെന്നൈ, പഴയ മദിരാശി. അവിടെ ദളിത് സ്ത്രീയെ മേയറൊക്കെയാണ്. നിങ്ങൾ ചിന്തിക്കാൻ പറ്റുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത് ഒരുപിടി സമ്പന്ന സവർണ്ണ വരേണ്യ വൈദേശിക വർഗമാണ്. കോൺഗ്രസ് അതെ, എല്ലാ പാർട്ടിയും അതെ. ഇനി രക്ഷപ്പെടണമെങ്കിൽ ഒരു കാര്യമുണ്ട്, ആ ബാലനെ വെച്ച പോലെ, ബാലത്തെ ക്ലിയർ ആയില്ല, ബാലനെ വെച്ച പോലെ രാധാകൃഷ്ണൻ ഉണ്ട്, സഖാവ് രാധാകൃഷ്ണൻ, ഒരു കുഴപ്പമില്ലാത്ത ദളിത എന്നുള്ള ഒറ്റ ഇതുള്ളൂ. ആ രാധാകൃഷ്ണൻ സെക്രട്ടറി ആയിട്ട് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അധികാരത്തിൽ വരാം. അതല്ലെങ്കിൽ നാമാവശ്യം പോകും. പിണറായി വിജയന് കാലം കഴിഞ്ഞല്ലോ. പിണറായി വിജയൻ കുറ്റപ്പെടുത്തല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ കേസിൽ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത എല്ലാ വൃത്തികളും, എല്ലാ സ്വാർത്ഥ താല്പര്യം, എല്ലാ പിന്നെ കുബുദ്ധികളും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു, നശിച്ചുപോയി. കാരണം ബാലഗോപാൽ NSS പരസ്യമായിട്ട് NSS സപ്പോർട്ട് ചെയ്യില്ലെന്നല്ലോ. എടോ ബാലഗോപാൽ, എടോ വിജയ, 11 ഡെപ്യൂട്ടി സ്പീക്കർ ഉൾപ്പെടെ 11 മന്ത്രിമാർ വെച്ച് കൊടുത്തില്ലേ 9% നായർ വിഭാഗത്തിൽ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പറയും ഞങ്ങളില്ല ഇസ്ലാം രക്തം, ഞങ്ങളില്ല മുസ്ലിം രക്തം, ഞങ്ങളില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളില്ല ഹിന്ദു രക്തവും സമ്മതിച്ചു, ഞങ്ങൾ മാനവ രക്തം അതും സമ്മതിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ, അപ്പം ചൂട്ട് അമ്മൂമ്മ. അപ്പോൾ ചെറുതായിപ്പോയി. അപ്പോൾ അമ്മ പറയും എനിക്ക് കണ്ണ് കാണാൻ പാടില്ലാത്തതാണ്. അപ്പോൾ കണ്ണ് കാണാൻ പാടില്ലാത്ത കുറച്ച് വലുതായിക്കൂടെ? ചെറുതൊക്കെ കണ്ടു കാണും, വലുതൊക്കെ കണ്ണ് കാണില്ല. ഈ തട്ടിപ്പ് കളഞ്ഞിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്ന് നിൽക്കുക, അതല്ലാതെ ഇനി രക്ഷയില്ല. ഇപ്പോൾ ഒരു തട്ടിപ്പ് എന്താണെന്നറിയോ? കണ്ട് പിന്നെ മരുമകനൊന്നും ഞാൻ പറയുന്നില്ല, മന്ത്രിയല്ലേ, മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇനി പിരിക്കാൻ വേണ്ടിയാണ്, വോട്ടെണ്ണാൻ 1 മാസമുണ്ട്, പിരിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നതാണ് മറി. അത് അവരുടെ സ്വഭാവമാക്കാണത്. അതെന്നറിയോ? ഇന്നിപ്പോൾ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, കുടിശ്ശിക 50%, ഈ മാസം 30-നകം, ഇനിയിപ്പോൾ 5 ദിവസമല്ലോ, 30-നകം കൊടുക്കുകയാണെങ്കിൽ പകുതി മതി. കാരണം പോരത്ത് കാശ് പിടിച്ചെടുക്കുകയാണ്. ഏതായാലും 3 മനസ്സിലായി, അപ്പം പണം പിടിച്ചെടുക്കുകയാണ്. അതുപോലെ അത് നിങ്ങൾ എന്താണ് കാണിച്ചത്? ഉപ്പുള്ളപ്പോൾ ഉപ്പിലിട്ടത് ആവശ്യമില്ലാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാതെ പോലും സഖാക്കൾക്ക്. ഓരോ സ്ഥലത്തും ചെയ്തെല്ലാം തെറ്റാണ്.
ഒരു കാര്യം ഏതെങ്കിലും ഒന്ന് വിജയിക്കണ്ടേ? എല്ലാം തെറ്റേത്. അത് എന്തുകൊണ്ടാണോ 4 പ്രാവശ്യം ജയിച്ചു ഞാൻ മുസ്ലിം സ്ത്രീയെ തിരുവനന്തപുരത്ത് മേയറാക്കി വെച്ചത്? നിങ്ങൾക്ക് ഒരു പൊൻതൂവൽ കൂടിയായത്, നിങ്ങളുടെ തൊപ്പിയിലെ ഒരു പൊൻതൂവൽ കൂടിയാവും. ഇത് ഞാൻ പറയുമ്പോൾ കോൺഗ്രസ് ആയിട്ട് പറയണം. എന്താ കോൺഗ്രസ് പറയുമോ? ആ ഷാഫിയെ മുഖ്യമന്ത്രി കണക്കാക്കിയാലേ ആക്കില്ല. 99% കോൺഗ്രസ് ചെയ്യില്ല. കാരണം നാളെ വളരുമെന്ന് അവർക്ക് ആഗ്രഹമില്ലല്ലോ. എങ്ങനെയും ഇപ്പോൾ അധികാരം കിട്ടി 5 വർഷം നിൽക്കണം, അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കുക, പിന്നെ കിട്ടിയും കുഴപ്പമില്ല. 5 വർഷം അധികാരം കിട്ടാൻ വേണ്ടി ഇനി ഷാഫിയെ മുഖ്യമന്ത്രി ആക്കേണ്ട കാര്യമൊന്നുമില്ല. അതാക്കിയില്ല, 1% സാധ്യതയില്ല. ഞങ്ങൾ വിവരം പറയാണ്, ആ ഷാഫിയെ കേരളത്തിൽ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ കോൺഗ്രസ് ദേശീയ ലെവലിൽ കിട്ടുന്ന നേട്ടം അറിയുമോ? ഇപ്പം തന്നെ 20% മുസ്ലിങ്ങൾ എൻ ബ്ലോക്ക് കോൺഗ്രസ്സാണ്. അത് ഒന്നുകൂടി ഉറക്കുകയും ചെയ്യും. മുസ്ലിം സമുദായത്തിനും കോൺഗ്രസ് മാന്യമായി അംഗീകാരം കൊടുക്കുന്നുള്ള ദേശീയ ലെവലിൽ വരെയും അത് നശിച്ച കോൺഗ്രസ് ചെയ്യില്ല. അതായത് നിങ്ങൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം വേണം. നമ്മുടെ ഈ പിന്നെ എന്താണ് പറയുക, മുട്ടയും ചട്ടയും. മുട്ട ഒരാളോട് ചട്ട ക്രിസ്ത്യാനികളുടെ പെണ്ണുങ്ങളുടെ കുടുംബം ചട്ട, അയാൾ ക്രിസ്ത്യാനിയാണല്ലോ. അപ്പം മുട്ടയോടും ചട്ടയോടും പറയാനുള്ളത് നിങ്ങൾ മാത്രം ബുദ്ധിജീവികൾ വിചാരിക്കരുത്. മുട്ടയ്ക്ക് വലിയ കുഴപ്പമില്ല, ഒരുവിധം പാർട്ടി താല്പര്യം കാണിക്കുള്ളൂ. ചട്ട അതല്ല, വലിയ വർഗീയത കാണിക്കാണ്. ചട്ട പറഞ്ഞിരിക്കും 100 യോഗങ്ങളിൽ ഷാഫി പോയി മത്സരിച്ചു. ഞാൻ ഷാഫി മുസ്ലിമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, മുസ്ലിമായിട്ട് ഞാൻ പ്രത്യേക താല്പര്യം കാണിക്കില്ല, പക്ഷേ നീതിയാണ്. അപ്പോൾ ഈ ചട്ട പറയാണ്, കണ്ടോ അയാൾ പോയതെല്ലാം മുസ്ലിം വർഗീയത വന്ന്, അപ്പോൾ പിന്നെ അപ്പുറത്ത് ഹിന്ദു വർഗീയത ഉണ്ടായി. എടോ, ഞാൻ പറഞ്ഞാൽ കഴിവറിയത വേണം, ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് സംസ്കാരമില്ല. നീ ഒന്ന് അധികം കളിക്കില്ലേ? അധികം കളിച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, PC ജോർജിനും മുല്ലപ്പള്ളിക്ക് പറ്റിയ മനസ്സിലല്ലേ? അത് നിന്നെയൊക്കെ ഇരുത്തും. മരം കെട്ടുണ്ടാക്കിയ കോടികളുണ്ടാക്കി ആ ഗവൺമെൻറ് ഈ ഗവൺമെൻറ് സോപ്പിട്ട് അവരെല്ലാം കാട്ടിട്ട് അതൊക്കെ എന്തും ചെയ്തോ പണം ഉണ്ടാക്കില്ലേ? ആവശ്യമില്ലാതെ ഷാഫി മുസ്ലിമാ പേരുകൊണ്ട് മുഹമ്മദ് ഷാഫി ഒരു മുസ്ലിമാത് പോലും പറയാൻ പരസ്യമായിട്ട് പറയാൻ നാണയ്ക്കുന്ന ആളാണ് ഈ ഷാഫി പറമ്പിൽ. എന്നിട്ട് അവൻ പറഞ്ഞു ഷാഫി പറമ്പിൽ ചെല്ലുന്നവർക്ക് മുസ്ലിം വർഗീയതുണ്ടാക്കി. വിമർശിക്കാൻ തെറ്റില്ല, പക്ഷെ ഇങ്ങനെയൊക്കെ പോക്കിത്തരം പറഞ്ഞാലേ ചോദിക്കാൻ ആളില്ലെന്ന് വിചാരിക്കരുത്. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. നീയൊക്കെ കണ്ടുള്ള STP പോലെ 1% അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി പോലെ 1% കണ്ടിട്ടുള്ളൂ. അതൊക്കെ മുസ്ലിം ജനസംഖ്യയിൽ 1%, 1.5% ഇടൂ. അല്ലാതെ 98% വരുന്നൊരു വിഭാഗമുണ്ട് ഈ കേരളത്തിൽ. അവർക്ക് പ്രത്യേക ജാതിയോ താല്പര്യം ഒന്നുമില്ല. അത് കാന്തപുരം കീന്തപുരാണെങ്കിലും കാന്തപുരത്തിനോട് നമ്മൾ അവർ ഇഷ്ടപ്പെടുന്നു. പക്ഷേ എന്നിട്ട് വോട്ട് ചെയ്യുമ്പോൾ കാന്തപുരം ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് മമ്മൂട്ടി മോഹൻലാലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു, സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നു. എന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും മമ്മൂട്ടി കൂടെ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മോഹൻലാലിൽ കൂടെ ആഗ്രഹിക്കുന്നുണ്ടോ? അത് വേറെ, ഇഷ്ടം വേറെ. അവർ കലയെന്ന നിലയിൽ, അവർ അഭിനയം എന്ന നിലയിൽ എല്ലാ പെണ്ണുങ്ങളും ഇഷ്ടമില്ല, ഒരു പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതുപോലെയാണ് കാന്തപുരത്തിൻ്റെ ആ ഗ്രൂപ്പിനോട് താല്പര്യം പ്രവർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ കാന്തപുരത്തിനടുത്ത് വോട്ട് ചെയ്യുന്നില്ല. 10% പോലും കാന്തപുരത്തിന് വോട്ട് ചെയ്യില്ല, NSS വരുന്ന വോട്ട് ചെയ്യില്ല, SDP വന്നിട്ട് വോട്ട് ചെയ്യുന്നില്ല. അവർക്ക് അവരേതേ വ്യക്തിത്വം, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പോൾ ഈ ചട്ടയോട് പറയുന്നത് ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന് ചട്ട വിചാരിക്കരുത്. പറയുന്നതിൽ മിതത്വം പാലിക്കണം, ന്യായം പാലിക്കണം. നിങ്ങൾ ഷാഫിയെക്കുറിച്ച് പറയുകയാണ്, ഷാജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടി മനസ്സിലാക്കാം. ലീഗുകാരനൊക്കെയാണ്. ഇയാൾക്ക് മതമായിട്ട് ഒരു ബന്ധമുള്ള ആളല്ല. മതത്തിന് പരിപാടി ഉണ്ടെങ്കിൽ 1 കിലോമീറ്റർ തിരിഞ്ഞു പോകുന്നുള്ള മുസ്ലിങ്ങൾ പറയുന്നത്. എങ്കിലും അദ്ദേഹത്തിന് അവസരം കൊടുക്കാൻ മന്ത്രിയോ? അത് മുസ്ലിങ്ങൾ സ്നേഹം കൊണ്ട് മാത്രമല്ല, കോൺഗ്രസ് ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ്, കോൺഗ്രസ് ഉത്തരവാദിത്വം വളരാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചട്ടയോട് കാര്യം പ്രത്യേകമാണ്. പറയുമ്പോൾ വിമർശിക്കുമ്പോൾ ഞാനൊരു പത്രാതിരോട് താനാറിച്ചാൽ ആ പത്രധർമ്മം വിട്ടുകളയരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 100 സീറ്റ്, 110 സീറ്റ്, 140 സീറ്റ് അത് കിട്ടും, അങ്ങനെയൊക്കെ പറയുന്നതിൽ എന്താ ഇതിൻ്റെ അർത്ഥമുള്ളത്? ഇലക്ഷൻ പെട്ടിയിൽ വന്നു കഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകണം. ഒരു 10% വ്യത്യാസം വരാവുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ മുമ്പ് വരെ നമുക്ക് എന്തും പറയാൻ കുഴപ്പമില്ല, അങ്ങനെ പറയണം. ഇലക്ഷൻ കഴിഞ്ഞ് പെട്ടിയിൽ വീണ് നമ്മൾ പറഞ്ഞാൽ വിലയിരുത്തി തെറ്റിപ്പോകുന്നുള്ള, അങ്ങനെ പറയാൻ പാടില്ല. അതാണ് നിങ്ങൾ മറ്റൊരു കാര്യം. ഇനി ഇതിൽ വേറൊരു കാര്യം പറയാൻ പോകുന്നത് ഈ വിഷയത്തായിട്ട് നേരിട്ട് ബന്ധമില്ല. ഈ ജയിലുകളിൽ മതപ്രചരണം, മതബോധവൽക്കരണം വേണ്ട എന്ന് ജയിൽ IG പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിട്ട് കളഞ്ഞാണ്. അപ്പോൾ ഒരുത്തൻ പറയുന്നു, ഞാൻ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്ന വഴിയിൽ ഒരു അപകടം കണ്ട് ഞാൻ പെട്ടി ഓട്ടിച്ച് വരായത്, അപ്പോൾ ഞാൻ അവരെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു.
എടോ അത് മുസ്ലിം പേരെ പതിയിൽ മുസ്ലിം ആയിരിക്കില്ല. കാരണം ഈ മതപ്രചരണം അധികം പോകുന്നത് ക്രിസ്ത്യാനികളാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും കാര്യമായിട്ട് പോകുന്നത് ഈ അടുത്ത കാലത്ത് പോകുന്നത് ക്രിസ്ത്യാനി. അത് മുസ്ലിം നാമധാരിയ ക്രിസ്ത്യാനി ചെയ്തായിരിക്കും. എന്തോ ആകട്ടെ, എന്താ പറഞ്ഞുകൂടെ? ജയിലുകളിൽ മതപ്രചരണം മതബോധവൽക്കരണം വേണ്ടെന്ന് പറഞ്ഞുള്ളൂ. അല്ല മദ്രസ പഠിപ്പിക്കണമെന്നാരും പറഞ്ഞില്ല, ചർച്ച് പഠിപ്പിക്കണമെന്നില്ല, അല്ലെങ്കിൽ അമ്പലങ്ങൾ പഠിപ്പിക്കണമെന്നാരും പറഞ്ഞില്ല, ജയിൽ ഐ ജി പറ്റില്ല. ജയിൽ ഐ ജി പറഞ്ഞത് ആ ജയിലുകളിൽ ഇങ്ങനെ ബോധവൽക്കരണോ മതപ്രചരണോ അല്ലെങ്കിൽ മത ഉപദേശമോ ഒന്നും വേണ്ട, അത് അവിടുത്തെ ഉപദേശമാണ്. അത് തെറ്റൊന്നുമില്ല. അതാണ് ഒരു കാര്യം. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. കേരള രാഷ്ട്രീയത്തിൽ പറഞ്ഞല്ലോ, ബാലനെ രാധാകൃഷ്ണനെ സെക്രട്ടറി ആയിട്ട് പോലെ ഞാൻ അടുത്ത പ്രാവശ്യം പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ അമ്പയെ തകർന്നു പോകും. പിന്നെ മറ്റൊന്ന്, ഒരുപാട് കാര്യങ്ങൾ ഇലക്ഷൻ സംബന്ധിച്ച് മനസ്സിലാക്കാനും പരിപാടിയുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ വീണ്ടും പറയാണ്, എന്തുകൊണ്ടാണ് UDF കഴിഞ്ഞ 2 ടേമിൽ ഭരണത്തിൽ പോയെന്നുള്ളത് ഇപ്പോഴും ആരും പറയുന്നില്ല. കോൺഗ്രസ്സുകാരും ലീഗുകാരും പറയുന്നില്ല. അത് അറബിക് സർവകലാശാല, വീണ്ടും ഒന്നുകൂടി പറയാം, അറബിക് സർവകലാശാല തുടങ്ങാൻ വേണ്ടി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചും പാർലമെന്റ് അതിനുവേണ്ടി അനുവാദം കൊടുക്കുകയും ചെയ്താണ്. അതിപ്പോൾ ആ ഗവൺമെൻറ് മാറി, പിന്നെ വന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മാണിയും കുഞ്ഞാക്കായും അന്ന് വിദ്യാഭ്യാസ ബഷീർ മുഹമ്മദ് ബഷീർ കൂടി അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അവർ കളിയാക്കുകയും ചെയ്തു. അതേ സ്ഥലത്ത് വേറെ കഴിഞ്ഞിട്ട് 200 കോടിയോളം ജനങ്ങളെ ബന്ധമുള്ള ഭാഷയാണ് ലോകത്ത് അറബിക്ക്. അത് സംസ്കൃത സർവകലാശാല കാലിൽ തുടങ്ങി. ആ പാഠം നിർത്തി അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നുണ്ട്, അത് കുറേ അഴിമതിയൊക്കെ ഉണ്ടെങ്കിലും കരാൻ തുടങ്ങി. അതൊന്നും തെറ്റില്ല, ഏത് ഭാഷ പഠിക്കും തെറ്റില്ല, ഞങ്ങളത് എഴുതില്ല. പക്ഷെ ആ അറബി 10,000 പേര് പോലും സംസാരിക്കുന്ന ഒരു ഭാഷയാണ് സംസ്കൃതം. ആ സംസ്കൃതത്തിന് വേണ്ടി ഒരു സർവകലാശാല ഉണ്ടാക്കാൻ ഈ സ്പോക്കൺ അറബി ബഷീർ മുൻകൈ എടുത്തില്ലേ? എന്താണ് ബഷീർ, എന്താണ് കുഞ്ഞാക്ക നിങ്ങൾ ചെയ്യായിരുന്നത് അന്ന്? ഇനിയിപ്പോൾ നടക്കുമോ? അന്ന് മൻമോഹൻ സിംഗിൻ്റെ കാലമൊക്കെ ആയതുകൊണ്ട് സോണിയാഗാന്ധി കണ്ട് പറഞ്ഞ ഒരു പരിധി ചിലപ്പോൾ കിട്ടുമായിരുന്നു. ഒരു സർവകലാശാലയ്ക്ക് വന്നാൽ, നിങ്ങൾക്കറിയാവോ അറബി സ്പോക്കൺ ബഷീറെ ലോകത്തെ ആദ്യത്തെ സർവകലാശാല തുടങ്ങിയത് മൊറോക്കോ രാജകുമാരിയാണ്. മൊറോക്കോയിലെ ഒരു രാജകുമാരിയാണ് ആദ്യമായിട്ട് സർവകലാശാല യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. എന്നിട്ട് പറയാണ് അറബികൾക്ക് ഒരു അക്ഷാഭ്യാസം അതൊക്കെ ഒരു ക്രിസംഖ്യൊക്കെ പറഞ്ഞത്, അത് ഇവരൊക്കെയാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അറബിക് സർവകലാശാലയ്ക്ക് തുടങ്ങാതെ ചെയ്യാതിരുന്ന് എതിർത്തിയെന്നുള്ള ഉത്തരം ഇപ്പോഴും പറഞ്ഞല്ല. അതുകൊണ്ട് 10 വർഷം അവർ മാറ്റി നിർത്തി. 10 വർഷം, നീണ്ട 10 വർഷം അങ്ങനെ വളയ്ക്കാനേ പാടുള്ളൂ. ഞങ്ങൾ വളയ്ക്കാനേ പാടുള്ളൂ, ഓടിക്കാൻ പാടില്ല. ഓടിച്ച അപകടമല്ല. അപ്പോൾ ന്യൂനപക്ഷ പാർട്ടിക്ക് ആകുമ്പോൾ ഒളിക്കണ്ട. അങ്ങനെയാണ് അതെല്ലാം മറന്ന് ഈ സമുദായത്തിലെ 97% UDF വോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരൊറ്റ വിശ്വാസത്തിലാണ് ഞങ്ങൾ പറഞ്ഞ് 75 സീറ്റ് എന്ന് പറഞ്ഞു. 90, 100, 110 നമുക്ക് ഒരു പ്രതീക്ഷയില്ല. 75 മുകളിലേക്ക് പോകാനും സാധ്യത കുറവാണ്. ഇപ്പോൾ സതീഷിനൊക്കെ എത്ര പറഞ്ഞാലും ഒരു 75-76 സീറ്റിക്കുള്ളിൽ ഇപ്പം ഞങ്ങൾ ഇലക്ഷന് വോട്ട് സൃഷ്ടി ഞങ്ങൾ പറഞ്ഞാൽ ഒരു 80% അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ 80 മുകളിലായതെങ്കിലും ഇപ്പോൾ അത് 78 സംതിങ് ആണ്, അല്ലെങ്കിൽ 79 സംതിങ്. അപ്പോൾ ഏതാണ്ട് 80 അടുത്താണ്. കറക്റ്റാണ്. ഞങ്ങൾ പറയുന്നത് ചില ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി, മാൻഡേറ്റ് മനസ്സിലാക്കിയിട്ട് മനഃശാസ്ത്രമായ വിലയിരുത്തൽ കൂടി പറയുന്നത്. അപ്പോൾ ഈ 75-76 സീറ്റുകളിൽ ഒരു കാരണവശാലും UDF കിട്ടാൻ സാധ്യതയില്ല. കാര്യങ്ങൾ കിടപ്പങ്ങനെയാണ്. മറ്റ് അട്ടിമറി നടന്നില്ലെങ്കിൽ, അട്ടിമറി നടക്കാൻ നമ്മൾ പറയുന്നത് പറയല്ല, അത് നമ്മൾ ബാധകമല്ല. അങ്ങനെയുള്ളിടത്താണ് ഇപ്പോൾ ഒരുപടി പ്രതീക്ഷയും വാശിയൊക്കെ പറയുന്നത്. അത്രയും വാശി പിടിക്കാതെ UDFനൊന്നും UDF തരംഗമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ ഇനിയുള്ള 5 വർഷക്കാലം UDFന് ഭരണത്തിൽ വന്നാൽ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാതെ, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതെ അടങ്ങി ഒതുങ്ങി മാന്യമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരണം കൊണ്ടുപോകാം. അതിനൊക്കെ നിങ്ങൾ വ്യക്തി താല്പര്യമോ സ്വാർത്ഥ താല്പര്യമോ സമുദായ താല്പര്യമോ ജാതി താല്പര്യമോ പ്രാദേശിക താല്പര്യമോ കാണിച്ചാൽ മുന്നോട്ട് പോകുന്നെങ്കിൽ ജനമാണ് അധികാരി. പരമാധികാരി എന്നുള്ളത് ജനാധിപത്യത്തിൽ ജനമാണ്. ജനങ്ങൾ നിങ്ങളെ ഇതിനേക്കാൾ താഴെ വേഗം ഇറക്കും. മറ്റൊക്കെ 10 കൊല്ലം കൊടുത്ത് 10 കൊല്ലം നിങ്ങൾക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് ജനസംഖ്യക്ക് ആനുപാതികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ പങ്കിടണം.
അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 6-7 മന്ത്രിസ്ഥാനം മുസ്ലിങ്ങൾക്ക് ഉണ്ട്, അത് കൊടുക്കണം. എല്ലാവർക്കും അനുസരിച്ച് കൊടുക്കണം എന്നല്ല. തന്നെയല്ല, മുസ്ലിം ലീഗ് ഇത് കാര്യമായിട്ട് ഒരു ഓഫറോ ഡിമാൻഡോ ഇത്ര വയ്ക്കില്ല. കാരണം അവർക്ക് ബുദ്ധിമുട്ട്, 10 കൊല്ലം പുറത്ത് നിൽപ്പോൾ അതിന് ബുദ്ധിമുട്ട് മനസ്സിലായി. ഇനി ഭരണമില്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ലീഗിന് സാധിക്കില്ല, അല്ലെങ്കിൽ ലീഗ് തകർന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഭരണം അവർക്ക് മസ്റ്റാണ്. കോൺഗ്രസ് സംബന്ധിച്ച് പ്രശ്നമല്ല, പോയാൽ അപ്പുറത്തേക്ക് പോകും. ലീഗിന് അങ്ങനെ പോകാൻ പറ്റില്ല, എവിടെയുണ്ട്? പോകാൻ വഴിയില്ലല്ലോ. ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റിലേക്ക് പോകണം, അല്ലെങ്കിൽ BJP, രണ്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കോൺഗ്രസ് നിലനിൽക്കേണ്ട ആവശ്യമാണ്, അതുപോലെ അവർ നിലനിൽക്കുന്ന ആവശ്യമായിട്ട് അവർ വലിയ സ്ഥാനമായാലും പറയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് ഒരു കൂടി എളുപ്പമായി ഒരു ഷാഫി പോലെ ഒരാൾ അധികാരം കൊടുത്താൽ അത് വലിയ നേട്ടമായിരിക്കും എന്നുള്ളതാണ് കണക്കുകൾ ഉദ്ധരിക്കുന്നത്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അത് ചെയ്യാൻ സാധ്യത ഇപ്പോഴും കുറവാണ്. കാരണം PC ജോർജും പിന്നെ ഷോൺ ജോർജൊക്കെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു വെള്ളാപ്പള്ളിയും PC ജോർജുമാണ് കേരളത്തിൽ ജനങ്ങൾ വെറുത്ത 2 ജന്മങ്ങൾ. അതിലിപ്പോൾ വെള്ളാപ്പള്ളി ഏതാണ്ട് ഇരിക്കുക പറഞ്ഞു. ഇപ്പോൾ ഇന്നും പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞില്ലേ, സതീശന് മുഖ്യമന്ത്രി ആകാം, അത് ഒന്നിനും സ്വഭാവം പോലെ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റത്. നാളെ അധികാരത്തിൽ വന്നാൽ ഈ പുള്ളിയെല്ലാം മാറ്റി സതീഷിൻ്റെ കൂടെ പോകും. അവർക്ക് അധികാരമാണ് എൻ്റെ കൂടെ നിൽക്കലോട്, വലുതൊന്നും ഒരു ലക്ഷ്യമില്ല. ഒരു ലക്ഷ്യം അധികാരികളുടെ കൂടെ നിൽക്കുക എന്നുള്ള. കാരണം ചെയ്യുന്ന ക്ലിയർ അല്ലേ, മടിയിൽ കാനുള്ളവന് ഭയം ഉണ്ടെന്ന് പറയും പോലെയാണ്. അതാണ് അവരുടെ സ്വഭാവം. അതൊക്കെ വിട്ടുകളയാം. കോൺഗ്രസ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും അടിപിടി ഉണ്ടാക്കി, തർക്കമുണ്ടാക്കി, ജനങ്ങൾ പറയിപ്പിക്കുന്ന വിനീതമായും സ്നേഹപൂർവ്വം പറയാണ്. അവസാന കൈയാണ് ഇത്ര ചാൻസ് കിട്ടുക. അതായത് N ബ്ലോക്ക് മുസ്ലിം വോട്ട് ചെയ്തിട്ടാണ് 7 സീറ്റ് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അത് കിട്ടില്ല. അതാണ് കറക്റ്റാണത്, വോട്ട് തട്ടി വന്നില്ല. അപ്പോൾ സതീശനായാലും ആരാണെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിച്ച് ഈ മുസ്ലിം സമുദായത്തിൽ, എന്തുകൊണ്ടാണ് വോട്ടാണ് ജനാധിപത്യത്തിൽ വില. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റിയതുപോലെ നാലാമത് പ്രാവശ്യം ഭൂഭൂരിഷ്ഠം ജയിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ആ സ്ഥാനം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മുസ്ലിം സ്ത്രീ മേയറായിട്ട് ഇരിക്കാതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംബന്ധിച്ച് അവരെ തൊപ്പിയിൽ ഒരു തൂവലാകൂലേ? അവർ ഷാഫിയെ പോലെ ഒരാൾ ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണെങ്കിൽ കോൺഗ്രസ് സംബന്ധിച്ച് ദേശീയ ലെവലിൽ പോലും അതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ സ്വാർത്ഥ താല്പര്യം വെച്ച് നിങ്ങൾക്ക് സതീശനാകണം അല്ലെങ്കിൽ രമേശനാകണം എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച്, കോൺഗ്രസ് സംബന്ധിച്ച് അത് ദൂഷ്യം ചെയ്യും. അതാണൊരു കാര്യം. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് നിർത്താം. വീണ്ടും കോൺഗ്രസിനോട് പറയുന്നത്, BJP ഒഴിച്ചുള്ള എല്ലാവരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന മുന്നണിയിൽ, ഒന്നാമത്തിൽ UP എന്നൊരു മുന്നണി, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്, ഒരു ഉപ്പാന്നൊക്കെ പറയും, ആ മുന്നണിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. അത് മാറ്റി അത്രയോ കോടി രൂപ പരസ്യം ചെയ്താണ് ആ പേര് വേണ്ടി. അത് വേറെ പേര്, മനുഷ്യൻ ഉച്ചരിക്കാൻ പറ്റുന്ന പേരുണ്ടാക്കി. അതൊരു അഭംഗിയായ പേരാണ്. ആ പേര് പറയാൻ നാണിക്കുന്ന രീതിയിൽ പോയി ആക്കി. അതിന് വീണ്ടും എത്ര കോടി മുടക്കി അങ്ങനെ ഉണ്ടാക്കി അടുക്കള മാറി 6 മാസത്തെ പഞ്ഞാന്ന് മനസ്സിലാക്കുന്ന സാമാന്യ ബുദ്ധിയുള്ള ഗ്രാമീണ സ്ത്രീകൾക്ക് പോലും അറിയാം. ഒരു അടുക്കള മാറിയാൽ, അതായത് വീട് മാറിക്കഴിഞ്ഞാൽ 6 മാസം പഞ്ഞെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ അപ്പോൾ ഇതൊരു മുന്നണിക്ക് പേര് മാറ്റിൽ അതിൻ്റെ വളർച്ചയും എത്ര ക്ഷീണം ചെയ്യും അതുപോലും കണക്കാക്കാൻ പറ്റാതെ വേറൊരു പേരുണ്ടാക്കി. ആ പേരിപ്പോഴും ഉച്ചരിക്കാൻ പോലും പറ്റില്ല. അത് പ്രാസോപ്പിച്ച് സിനിമ ചെയ്ത് വിടും പോലെ. അതിന് ആവശ്യമില്ലല്ലോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് BJP ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ആ മുന്നണി മുന്നിൽ ഉണ്ടാകുമെന്ന് ഒരു പരസ്യ പ്രഖ്യാപനം നടത്ത എന്താണോ തടസ്സം? എന്താ തടസ്സം? ഗാർഗയ്ക്കും മറ്റേ രാഹുൽ ഗാന്ധിക്ക് എന്ത് തടസ്സം? നിങ്ങൾ പറയണം, BJP ഒഴിച്ചുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനകത്ത് അംഗമാണ്. പിന്നെ ആര് എന്ന കുറ്റം പറയോ? ആ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ STPയുടെ കാര്യം മറ്റൊക്കെ പറയില്ല. അതാണ്. പിന്നെ തീവ്രവാദ പാർട്ടി STP അല്ല, STP ആയത് മുമ്പേ പോപ്പുലർ ഫ്രണ്ട്, അവർക്ക് എന്തൊരു മണ്ടന. കാരണം പ്രവാചകന്റെ പേര് ഏതോ ഒരു മുഹമ്മദ് എന്ന് ചോദ്യപേപ്പർ കണ്ടതിൻ്റെ പേരിൽ ആ കൈ വെട്ടിയൊക്കെ ആ RSSന് വേണ്ടി ചെയ്തല്ലേ ആ കള്ളന്മാർ. അവർ എത്ര രൂപ ഉണ്ടാക്കി, എത്ര സ്വർണ്ണക്കടയുണ്ടവർക്ക്. അതുപോലെ തലയിൽ കുഞ്ചിയിൽ കൊച്ചെടുത്തുകൊണ്ട് ആ മുദ്രാവാക്യമൊക്കെ എത്ര മ്ലേച്ഛമായതാണ്. കാരണം പ്രശ്നങ്ങളുണ്ടാവും, ആദർശപരമായിട്ട് ഇതുണ്ടാവും, വ്യക്തിയായിട്ട് എന്തുണ്ട് അതൊക്കെ മനസ്സിലാക്കാതെ ഈ തീവ്രവാദികൾ, അതുപോലത്തെ തീവ്രവാദി ഇതാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ
ഡ്യൂപ്ലിക്കേറ്റ് ബാബരി മസ്ജിദ് പണിയാൻ വേണ്ടി ശ്രമിച്ചത് അതൊക്കെ ബി ജെ പിയുടെ നോമിനി അവർ പണം ചെയ്യുന്ന. അതുപോലെ ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ബി ജെ പിക്ക് മാത്രം ഉണ്ടായ സംഘടന ഞങ്ങൾ പറയുള്ളൂ. അനുഭവം ഗുരു അനുഭവിച്ചു അങ്ങനെയുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും സങ്കീർണമായൊരു മുദ്രാവാക്യമൊക്കെ കുഞ്ചിയിൽ വെച്ച് കൊച്ചിനെ വിളിപ്പിക്കുമോ? കൊച്ചു തന്നെ വിളിക്കില്ലല്ലോ. അപ്പോൾ അതിന് പുറകിൽ എത്രയോ ആളുകൾ കൈയിട്ടാവും. അപ്പോൾ അതൊക്കെ ആരിൽ നിന്ന് പണം വാങ്ങി ചെയ്തതും അതിനുശേഷമാണ് ബി ജെ പിക്ക് അല്പം ഓട്ടം ഉണ്ടായതും വല്ലതും മനസ്സിലാകുന്നുണ്ടോ? പോപ്പുലർ ഫ്രണ്ട് ചില യോഗങ്ങളെ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ ഒരു മനുഷ്യക്കോല് ഇത് ഭീകര ജീവിയിൽ കുറേ കവാത്ത് നടത്താണ്. പെട്ടെന്നൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുപ്പിച്ചും ജാഥയ്ക്ക് എവിടെ നിൽക്കണം. ഇതൊക്കെ സംഘപരിവാരം അല്ലെങ്കിൽ അതുപോലെ ഒരു ശക്തി കൊടുക്കുന്നതാണ് പണം ആളുമൊക്കെ. സംഘപരിവാറിൻ്റെ തന്ത്രമൊക്കെ എത്ര വലുതറിയോ? നിങ്ങൾ എത്രയോ അപ്പുറത്തവർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ കോൺഗ്രസ് ഒന്നുകൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്ന ഒരൊറ്റ കാര്യം. കാരണം ഹൈക്കോടതി ജഡ്ജിമാരും അവിടുത്തെ വക്കീൽമാരായിട്ട് എനിക്ക് വർഷങ്ങളായിട്ട് 10-6 വർഷത്തെ ഒരു ബന്ധവും പരിചയമുണ്ട്. പല പല ജഡ്ജിമാരും അറിയാം, നേരിട്ട് അറിയാം, അല്ലാതെ കേട്ടോ. അപ്പോൾ ഹണി എം വർഗീസിന് ഹൈക്കോടതി ജഡ്ജിയായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പോകുന്ന മറ്റോ വാർത്ത അവരെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി അതിൽ പറയണം. ഞങ്ങൾ ഗ്രൂപ്പുകാരാണ്. ഒരു പ്രതി കോടതിയിലേക്ക് കയറി വന്നപ്പോഴേ ജഡ്ജി എഴുന്നേറ്റ് ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തുമാത്രം മ്ലേച്ഛമായ കാര്യമാണ്, എന്തുമാത്രം അഭംഗിയായിട്ടുള്ളതാണ്, അശാസ്ത്രീയമാണ്. അങ്ങനെ ഹണി എം വർഗീസ് ദിലീപ് കയറി വന്നപ്പോൾ എഴുന്നേറ്റ് ആദരിച്ചു എന്നാണ് പത്രവാർത്ത. ശരിയായിട്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അക്ഷന്തവ്യമായ തെറ്റാണ്. അങ്ങനെയുള്ള ഒരാൾ ജഡ്ജിയായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ആരോ ഇന്നത്തെ വാർത്ത കൊടുത്തത്. അതിൽ ചെറിയ ചായവ് ഞാനും പറയണം. ഒരു വാദിനെ പ്രതിയാണെങ്കിലും വാദിനിപ്പോൾ പ്രധാനമന്ത്രിയാകട്ടെ പ്രതിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ പ്രസിഡന്റ് ജഡ്ജിയായിട്ട് വരുന്നത്, ഒരിക്കലും പ്രതിയായിട്ട് വരുന്നത് പ്രസിഡന്റായിട്ടല്ല വരുന്നത്. പ്രസിഡന്റ് പോലും പ്രതിയായിട്ട് വരികയാണെങ്കിൽ ജഡ്ജിക്ക് എഴുന്നേൽക്കാൻ പാടില്ല. എഴുന്നേറ്റ് അത് ആദരവ് എന്ന് പറഞ്ഞാൽ വലിയ തട്ടിപ്പാണ്, വലിയ ഒരുപടി സംശയങ്ങൾ കടവരും. അങ്ങനെ ഇടപെടുത്താതിരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.